ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ വണ്ടി ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2009 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പോളേക്ക് മാറ്റിയിട്ടുണ്ട്. ക്രിസ്റ്റയ്ക്ക് പറഞ്ഞൊരു കളറാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം കണ്ടിട്ട് നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ക്രിസ്റ്റയ്ക്ക് വന്നിരിക്കുന്ന ഒരു കളറാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ LED ടൈലൈറ്റാണ്. ഫോർച്യൂൺ ടൈപ്പിൻ്റെ വൈപ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡിക്കി ക്രോം കാര്യങ്ങളെല്ലാം കൊടുത്താണ്. സാധാ ബമ്പർ റിഫ്ലക്ടർ, സ്പോയിലർ അതും ഉണ്ടായിരുന്നത് തന്നെ നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് വെച്ചു. ഒരു ഹാൻഡിൽ ക്രോം ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ സ്കർട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മിറർ ഫിറ്റ് ചെയ്യാൻ ബാക്കിയാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ DR ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് വണ്ടി. ഇതൊരു ഗ്രേ കളർ വണ്ടിയായിരുന്നു. ഇത് ഫുൾ പെയിൻറ്റിങ് നമ്മൾ ചെയ്തിട്ടില്ല. ഫ്രണ്ട് മാത്രം ടൈപ്പോളിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇവിടെ ഞങ്ങൾ പാർട്സ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ മാത്രം പെയിൻറ്റ് ചെയ്തു. എന്നിട്ട് ഫുള്ളായിട്ട് പോളിഷും ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ഇത് ഒരു വല്ല വ്യത്യാസം തോന്നണില്ലല്ലോ. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കളർ കറക്റ്റായിട്ട് മിക്സിങ് ചെയ്തെടുത്തു. ഫുള്ളായിട്ട് പോളിഷ് ചെയ്താണ് കാരണം ആ ഒരു പുതുമ നിലനിൽക്കുന്നുണ്ട്. വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ബമ്പറിൻ്റെ താഴ്ഭാഗത്ത് ആ ഭാഗത്ത് സിൽവർ കളർ കൊടുത്തു. പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ്. ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടില്ല, ബാക്കിയാണ്. ബാക്കിൽ നോർമലായിട്ടുള്ള തന്നെയാണ്. നോർമലായിട്ടുള്ള ടൈലൈറ്റ്, ഡിക്കി ക്രോം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ടൈപ്പോളിലേക്ക് വണ്ടി കൺവെർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 2005 നമ്മളുടെ ഇന്നോവ വന്നത്. അപ്പോൾ ഇന്നോവയുടെയൊക്കെ ടെസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ടൈപ്പോളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ വണ്ടി ചെയ്താണ്ട് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്താണ്ട് ഫ്രണ്ട് മാത്രം റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് മാത്രം പെയിൻറ്റിങ് ചെയ്തിട്ട് ഫുള്ളായിട്ട് പോളിഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഇത് ഫിനിഷിങ് കാണാം. പെയിൻറ്റിങ്ങിന് കുഴപ്പമില്ലാത്ത വണ്ടികൾ, ഡെൻറ്റിങ് കുറച്ചിലൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായാലും ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്യേണ്ടി വരും. എന്നാൽ പെയിൻറ്റിങ്ങിന് വലിയ കുഴപ്പമില്ല, ചെറിയൊരു മങ്ങിച്ച മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ടൈപ്പോളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫുൾ പെയിൻറ്റിങ് അടിക്കാണ്ട് തന്നെ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് പോളിഷിങ് ചെയ്യുമ്പോൾ മാച്ച് ചെയ്ത്, അതായത് കറക്റ്റ് കളേഴ്സൊക്കെ മാച്ച് ചെയ്ത് ഫുള്ളായിട്ട് പോളിഷിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ടൈപ്പ് 4 ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യണ മാതിരി നമ്മുടെ കാറുകളിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാങ്കുഡ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾക്ക്, അതായത് ബാങ്കുഡ് എന്ന് പറഞ്ഞ ഓൺലൈൻ ഷോപ്പിങ്ങിലുള്ള കമ്പനി നമ്മൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റീരിയോ നമ്മൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എർട്ടിഗയിൽ സെറ്റിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ, ഈ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് നിൽക്കുമോ, അത് കറക്റ്റ് പാനലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ, എല്ലാ വണ്ടികൾക്കും അത് സൂട്ടബിൾ ആണോ എന്നൊക്കെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ വണ്ടികൾക്കും അത് സൂട്ടബിൾ ആണ്. അതിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾക്ക് ഈ ആൻഡ്രോയിഡ് സെറ്റിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സാധാ സ്റ്റീരിയോൻ്റെ സോക്കറ്റ് ഞാൻ പകുതി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കളർ കോഡ് അനുസരിച്ച് ജോയിൻ്റ് ചെയ്തിട്ട് ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നതുള്ളൂ. അതേപോലെ തന്നെ നമ്മൾക്ക് ആം, അതായത് സബ് ഊഫർ വയ്ക്കാനായിട്ട് ആമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള കോഡ് വയർ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതേപോലെ തന്നെ USB പോർട്ടിനുള്ള ഡാറ്റ കേബിൾ 2 നമ്മൾക്ക് കിട്ടാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കിറ്റിൽ വന്നിരിക്കുന്ന സാധനങ്ങൾ. ഇനി നമ്മൾക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം.
ഇപ്പോൾ ഞാനിതെല്ലാം കളർ കോഡ് അനുസരിച്ച് ജോയിൻറ്റ് ചെയ്തു. നമ്മളുടെ ഒരു പഴയ കപ്ലർ യൂസ് ചെയ്തിട്ട് ഫീമെയിൽ കപ്ലർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. കളർ കോഡ് അനുസരിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഇതിലേക്ക് കപ്ലറിലേക്ക് കണക്ട് ചെയ്താൽ മതി സ്റ്റീരിയോൻ്റെ. ഓക്കെ, ഇതിൽ കണക്ട് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഒരു കപ്ലറിലേക്ക് കണക്ട് ചെയ്തു. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പോർട്ട് അവൈലബിൾ ആണ്. അത് ഒന്നില്ലെങ്കിൽ GPS-ൻ്റെ കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സബ് വൂഫറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്, അപ്പോൾ പിന്നെ നമ്മളുടെ റേഡിയോ കണക്ഷന് വേണ്ടിയിട്ടുള്ളതൊക്കെ. ഇനി നമ്മൾക്കിത് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ചാവി ഓൺ ചെയ്തു, വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ ഇത് 9 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത്. നമുക്ക് ശരിക്കും ഫോൺ യൂസ് ചെയ്യണ മാതിരി തന്നെയാണ് ഇതിൻ്റെ ടച്ചിങ് കാര്യങ്ങളെല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ഒരു ഐപാഡ് മാതിരി തന്നെ നമ്മൾക്കിത് യൂസ് ചെയ്യാം. യൂട്യൂബ്, നാവിഗേഷൻ, അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ്, നമ്മൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള, അതായത് നമ്മളുടെ ഫോൺ യൂസ് ചെയ്യുന്ന മാതിരി തന്നെ നമ്മൾക്ക് ഇതിൽ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്കിത് സെറ്റിങ് ചെയ്യണം. സെറ്റിങ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യണത് നമ്മളുടെ പഴയ ഒരു പാനലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് മാച്ചായിട്ട് തന്നെ ഇതിന് കറക്റ്റ് നമ്മളുടെ ഈ ഒരു ഹോളിലേക്ക് മാച്ച് ചെയ്ത് ഡാഷ്ബോർഡിന് ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കാവുന്ന പാനലുകൾ അവൈലബിൾ ആണ് നമ്മൾക്ക് മാർക്കറ്റിൽ. അപ്പോൾ ഞാനിപ്പോൾ അത് വാങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇതിൽ തന്നെയാണ് ഫിറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് ഈ ബാൻഗൂഡിൽ നിന്ന് കിട്ടിയ ഈ ഒരു പാർട്സ് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസം ഇട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ യൂസ് ചെയ്ത് നല്ല രസകരമായിട്ട് തന്നെ തോന്നി. കാരണം ടച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫോണിൽ യൂസ് ചെയ്യണ മാതിരിയൊക്കെ തന്നെ ആയതുകൊണ്ട് വലിയ ഹാർഡ് ടച്ചും കാര്യങ്ങളില്ല. പിന്നെ എല്ലാം നമ്മൾ കിട്ടും. നാവിഗേഷൻ അതുപോലെ ഒരു പാട്ട് വയ്ക്കണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് പാട്ട് വയ്ക്കാം. പിന്നെ അതിൽ ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. ഏകദേശം ഒരു 13 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് വല്ല സോങ്ങോ വല്ല ഫിലിമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കാം. എപ്പോഴെങ്കിലും പ്ലേ ചെയ്യാം. ഇപ്പോൾ ബോറടിക്കാൻ നമുക്ക് പ്ലേ ചെയ്യാം, ഗൂഗിൾ സെർച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന എല്ലാ ആപ്പും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക തുടർന്ന്. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.